മലയാളിയായ തെന്നിന്ത്യൻ യുവനടിയെ തൃശൂർ കൊച്ചി യാത്രക്കിടെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച കേസിൽ പ്രമുഖ നടന്റെ സാന്നിധ്യം വീണ്ടും വാർത്തയാവുകയാണ്. കേസിൽ ഗൂഢാലോചന സംബന്ധിച്ച നിർണായകമായ വെളിപ്പെടുത്തലിന് അറസ്റ്റിലായ പ്രതികൾ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. മുഖ്യപ്രതി പൾസർ സുനി നടന്റെ പങ്കുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തുവിടാൻ ഒരുങ്ങുകയാണെന്നും പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ ചില പ്രമുഖർക്ക് പങ്കുണ്ടെന്നും ഇവരൊന്നും നിലവിൽ പ്രതിപ്പട്ടികയിൽ ഇല്ലെന്നുള്ള വാദം പ്രതികൾ കോടതിയിൽ ഉന്നയിക്കുമെന്നാണ് അനുബന്ധ വൃത്തങ്ങൾ നൽകുന്ന സൂചന. തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കുമ്പോൾ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തുമെന്നായിരുന്നു വിവരം. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സെഷൻ കോടതി കേസിൽ വാദം കേൾക്കുകയുണ്ടായില്ല. ജാമ്യ ഹർജിയിലെ വാദം കോടതി ജൂൺ 17 മാറ്റിയിരിക്കുകയാണ്. അന്നേ ദിവസം പ്രതികൾ ഗൂഢാലോചന സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയേക്കും. നടിയെ ആക്രമിച്ചത് സിനിമാ മേഖലയിലെ ഒരു പ്രമുഖന്റെ കൊട്ടേഷൻ സ്വീകരിച്ചതുകൊണ്ടാണ് പ്രതികൾ ഉന്നയിക്കുന്ന വാദം. എന്നാൽ പൾസർ സുനി, പ്രദീപ് എന്നീ പ്രതികളുടെ ഗൂഢാലോചന വാദം വിലപേശൽ തന്ത്രമാണെന്ന് പോലീസ് കരുതുന്നത്. അതേസമയം സംഭവം കൊട്ടേഷൻ തന്നെയാണെന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നടി സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡ്രൈവറായ കൊരട്ടി സ്വദേശി മാർട്ടിൻ, തിരുവല്ല സ്വദേശി പ്രദീപ് എന്നിവരുടെ ജാമ്യാപേക്ഷയിലുള്ള വാദം ഈ മാസം 17 കേൾക്കാനിരിക്കെ കേസിലെ പ്രതികൾ കോടതിയിൽ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയേക്കുമെന്നാണ് കേൾക്കുന്നത്. കേസിൽ കൊച്ചിയിലെ ഒരു പ്രമുഖ സിനിമാ നടൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അയാളുടെ പേര് ഉടൻ വെളിപ്പെടുത്തുമെന്നും ഗൂഢാലോചന സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടെ നടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി പൾസർ സുനി പ്രമുഖ നടന് നൽകിയ പീഡന ദൃശ്യങ്ങൾ കണ്ടെടുത്തതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളുടെ ഉത്ഭവമറിയാൻ പോലീസിന്റെ രഹസ്യ നീക്കം തുടങ്ങുന്നതായി സൂചനകളുമുണ്ട്. വാർത്തകൾ പുറത്തുവന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യത്തോടെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്.